Hello guys, welcome back to yet another episode of Floaty. It's me, Akila. ഇന്ന് ബസ്സിൽ വെച്ച് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യേണ്ടാവുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ അത്ര ലേറ്റായി. ഞാൻ ഒരു ടെമ്പിളിൽ പോവാണ്. ആ ടെമ്പിളിൽ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ അതും പിന്നീടുള്ള അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റീവ് ഡേ ബ്ലോഗാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ടാണ്. ഇവളും വേറൊരു ഫ്രണ്ടും കൂടിയുണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റോപ്പിൽ വെച്ച് കയറും. ഞാനായിരുന്നു ആദ്യം കയറിയത്. അത് കഴിഞ്ഞ് ഇവർ കയറി. ഞാൻ ഭയങ്കര ലേറ്റായിട്ട് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കമ്മൽ വീണുപോയി. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് മൂന്നാമത് കയറാമെന്ന് അവളുടെ അടുത്ത് പറയാണ്, ഒരു കമ്മലും കൂടി എടുത്തിട്ട് വരണേ. പിഷാരിക്കാവ് ഈ ടെമ്പിളിൽ എൻ്റെ കൂടെയുള്ള ഇവിടെ ഉണ്ടല്ലോ, ദേ ഈ സ്ക്രീനിൽ കാണുന്നവൾ, ഇവൾ പോയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ദേ മൂന്നാമത്തെ ആൾ വരുന്നുണ്ട്. നമ്മൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവൾ സാരി എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെയാണ് ഇവൾ ഈ സംസാരിക്കുന്നത്. ആൻഡ് ഓൾസോ ഞാൻ നോസ് പിന്ന് ഇന്നലെ എന്നുവെച്ചാൽ മൂക്കുത്തി ഇന്നലെ കുത്തി എന്ന് അവളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി സ്ക്രീൻ ഓണാക്കി വെച്ചേക്കാണ്. അവൾ വരുമ്പോൾ കാണുമ്പം അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അവളുടെ റിയാക്ഷൻ കാണാം. ഓക്കെ, എന്നെ ശ്രദ്ധിച്ചോളാ, ഞാൻ ഇപ്പൊ മാറ്റുവേ. നോക്കൂ, അവൾ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് അവൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞതേ അവൾ കൊണ്ടുവന്ന കമ്മൽ നമ്മളിടുകയാണ്. കമ്മലൊക്കെ ഇട്ടിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് മുല്ലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പോകാൻ തോന്നില്ല. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊരു മുല്ല വാങ്ങി ഞങ്ങൾ 3 പേരും അത് പീസാക്കി തലയിൽ വെച്ചു, ജസ്റ്റ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. പിന്നെ അമ്പലത്തിലേക്ക് പോയി തൊഴുത് അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല. നമ്മൾ ജസ്റ്റ് തൊഴാനാണല്ലോ പോയത്. അപ്പോൾ പുറമേ തൊഴുതിറങ്ങിയതിന് ശേഷമുള്ള കുറച്ച് ഷോർട്സ് അതാണുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഭക്ഷണശാല. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അതാണ് മെയിൻ ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 കാരണം ഉണ്ടായിരുന്നു. 1, എൻ്റെ ആദ്യത്തെ വീഡിയോ പറയുന്ന പോലെ ഉപ്മാവ് എനിക്ക് വളരെ ഇഷ്ടമാണ്. 2, അമ്പലത്തിൽ ലേറ്റായി പോയതുകൊണ്ടും അമ്പലത്തിൽ പോകുമ്പോൾ പൊതുവേ രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കിട്ടിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ മഞ്ചി ചീപ്പില്ല. അയ്യേ, ഇവിടെ ഇതൊരു ഷോപ്പ്. നമ്മൾ ഒരു ടെമ്പിളിലും കൂടി പോകുന്നുണ്ട്. ഇൻസ്റ്റയിലും റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മുജുകുന്ന് കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളാണ്. അത് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ പിഷാരിക പോയത് നടുവിലിരിക്കുന്ന ഇവള് ആഗ്രഹിച്ചിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടാണ്. ഒരു തീർത്ഥാടന യാത്രയായിട്ടൊന്നും ഇതിന് കാണണ്ട. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ച് അതിങ്ങനെ മനസ്സിൽ വെക്കാതെ അങ്ങ് പോകണം. അങ്ങനെ വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. കുറേ കാലമായിട്ട് എൻ്റെ വേറെ കുറേ ഫ്രണ്ട്സിനോട് ഇങ്ങനെ മാറി ചോദിക്കായിരുന്നു, നമുക്ക് പോകാം. ഫൈനലി ഇവർക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വാ നമുക്ക് പോവാം, അവിടെ പോയിട്ട് ഇവിടെ പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്തു. അടുത്ത് തന്നെയാണ്. ആക്ച്വലി ബസ്സുണ്ട്, പക്ഷേ ഞങ്ങൾ ബസ് മിസ് ചെയ്തു. സോ ഓട്ടോന് പോയത്. അപ്പം ബാക്കി വീഡിയോസിലൂടെ കാണാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ്? പാറടി. നമ്മൾ ആ ഫേമസ് ആയ ആ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കാണണോ ഗൈസ്? കാണിച്ചു തരാം. ബാക്ക് ക്യാമറ ആണ് ആ സ്ഥലം. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പീസ്ഫുൾ. ഡെയിലി വന്ന് കുളത്തിൽ കുളിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ക്യാമറ സൂം ആവില്ല. എന്തരോ കളിക്കുന്നുണ്ട്. എന്തരോന്നൊക്കെ ഒന്നിറങ്ങി നോക്കിട്ട് വാഗ പറയാൻ പാടില്ല. ശിവ ശിവ ആരും കിട്ടി ആ എല്ലാരും അതിലോട്ട് അടി പോന്നെ. നമുക്ക് അതിലോട്ട് പോകാം. ഞങ്ങൾ പൈസ തരാണ് ഗായ്സ്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബസ് കിട്ടി, ഓട്ടോയിൽ കയറി. അപ്പോൾ ഇതാ അങ്ങോട്ട് ഓപ്പോസിറ്റ് ബസ് പോകുന്നത്. നമ്മൾ ബസ്സിന് പിന്നെയും വെയിറ്റ് ചെയ്തു, ബസ് കിട്ടില്ല. ഇപ്പം ഇങ്ങോട്ടേക്ക് ബസ് വന്നു. എന്താണ് പ്രശ്നം അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് മൂക്കുത്തി ദേവ് കണ്ടുപിടിച്ചിരിക്കുന്നു.
പറയൂ. വീഡിയോ പെട്ടെന്ന് കാണുന്നു, ചിരി നിർത്താൻ പറ്റില്ല, അത് ചെയ്യണം. ചന്ത് ഗ്യാസ് എടുക്കില്ല. രണ്ട് പേര് ഓരോരുത്തർ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കുറച്ച് ലോങ് ആണ്. ഞാൻ അപ്പോൾ നന്നായിട്ട് കിടന്നുറങ്ങി. അതിന് മുമ്പേ എടുത്ത വീഡിയോ ആണ്. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഒന്ന് കഴിച്ചതാണ്, പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഉറക്കപ്പിച്ചിലായതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയി. ഹായ് ഗൈസ്, ഞാൻ ഫ്രഷായി വന്നിട്ടുണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട്. ആക്ച്വലി നല്ല ടയേർഡാണ്, ഉറക്കം വരുന്നുണ്ട്. കാരണം നല്ല നേരത്തെയൊക്കെ എണീറ്റ് പോയല്ലേ. പക്ഷേ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് എണീക്കുകയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വർക്കൊക്കെ ചെയ്യാമെന്ന്. എനിക്ക് കുറച്ച് വർക്കുണ്ട് ചെയ്യാൻ, കുറച്ചധികം ഉണ്ട്. അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണേൽ പറയാം. പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വ്ളോഗ്. ഞാൻ അമ്പലത്തിൽ പോകാൻ എണീറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് പോയി. അപ്പോൾ നമുക്ക് ആദ്യം അതൊക്കെ എടുത്ത് വെക്കാം. ദെൻ വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് വർക്ക് ചെയ്യാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വർക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതിനി കംപ്ലീറ്റ് ആവാനുണ്ട്. ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഇത് വർക്ക് ചെയ്തുകൊണ്ട് കൊടുക്കണം മണ്ടേ ആകുമ്പോഴത്തേക്ക്. ഇതിൻ്റെ അകത്ത് ഫുള്ള് അങ്ങനത്തെ ഇതാണ്, ത്രെഡാണ്. ഇത് രാത്രി ചെയ്ത് വെച്ചതാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടോ കുറേ ക്രാബുണ്ട്. പിന്നെ ഇതിൽ നിറച്ച് കമ്മലാണ്. അയ്യാ, ഇതിൽ ഫുള്ള് വളകളാണ്. ഇതൊക്കെ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ എടുത്ത് വെച്ചതാണ്. ബിസി ആയതുകൊണ്ട് നമ്മളിതൊന്നും എടുത്തു വെച്ചില്ല. സോ നമുക്ക് ഇപ്പോൾ എടുത്ത് വെക്കാം. ഓക്കെ. ഹായ് ഗൈസ്, ഞാൻ രാവിലെ പോകുന്നതിൻ്റെ തിരക്കിൽ ഇൻട്രോ ഒന്നും പറയാണ്ടാണ് പോയത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പം ഇൻട്രോ ഞാൻ ട്രാവൽ ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. ആ ടൈമിലുള്ള വീഡിയോ ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഫ്രഷായി. കാരണം നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. കണ്ണൊക്കെ എഴുതിയതൊക്കെ കഴുകി കളഞ്ഞു ഫ്രഷായിട്ട്. ദിസ് ഈസ് നാച്ചുറൽ ബ്യൂട്ടി. സൺലൈറ്റ് കാരണം നാച്ചുറൽ ബ്യൂട്ടിയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. സെൽഫ് ലവ് മുഖ്യം. ചുമ്മാ. ദിസ് ഈസ് മൈ കേളി ഹെയർ. ഐ റിയലി ലവ് മൈ ഹെയർ. വാ. ആദ്യം ഞാൻ എടുത്തത് എംബ്രോയ്ഡറി ചെയ്യാനാണ്. കാരണം ഇത് ഫില്ലും കൂടി ചെയ്താൽ കഴിഞ്ഞല്ലോ. എല്ലാം മേലെ ചെയ്യാതെ ഒന്ന് ഫിനിഷ് ചെയ്ത് അടുത്ത് ചെയ്യാന്നുള്ള രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ എൻഡാകുമ്പം ത്രെഡ് തീരുന്നുണ്ട്. സോ അതുവരെ ഞാനിങ്ങനെ വർക്ക് ചെയ്തു. ഞാൻ ലാപ്ടോപ്പിൽ എന്തെങ്കിലും മ്യൂസിക്കോ ഷോർട്ട് ഫിലിമോ അങ്ങനെ വെച്ചുകൊണ്ടാണ് കാണാറ്. പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന്. കാരണം അമ്മൻ്റെ അടുത്ത് എപ്പോഴും പറയും ക്ലീൻ ചെയ്യണം. പക്ഷേ ബിസി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങ് ചെയ്യാം, നാളത്തേക്ക് വെക്കരുതല്ലോ. പിന്നെ ഞാൻ ചായ കുടിച്ചുകൊണ്ടാണ് ചെയ്തത്. എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് ഞാൻ ഭയങ്കര ചായ അഡിക്റ്റഡ് പേഴ്സൺ ആണെന്ന്. പക്ഷേ ഞാൻ അത്രയ്ക്കില്ല. പക്ഷേ എന്താ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. സോ ആയിത്തോട്ട് കുറച്ച് കാലത്തേക്ക് നിർത്തി വെക്കാമെന്ന്. കാരണം ഒരാൾ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഇതത്ര ഹെൽത്തി ഹാബിറ്റ് അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കരുതി സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അപ്പം ഫ്രിഡ്ജ് ഫുൾ സാധനം പുറത്തെടുത്ത് വെച്ച് പിന്നെ കഴുകി വൃത്തിയാക്കി ഉള്ളിൽ വെച്ചത്. എനിക്കത് സെറ്റ് ചെയ്യുന്നതൊക്കെ അറിയുന്നതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഫൈനലി ഇങ്ങനെയുണ്ട്. ഞാൻ തുറന്നൊക്കെ കാണിച്ചിരുന്നുണ്ട് വൃത്തിയാക്കിയത്. പിന്നെ അതിൽ സാധനം വെച്ചതിന് ശേഷമുള്ള ലുക്കും ഞാൻ കാണിക്കുന്നുണ്ട്. എന്തിനാ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. സോ ഐ തോട്ട് ഷെയർ വിത്ത് യു. ദെൻ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു ബോട്ടിലുണ്ട്, അതിൽ വെള്ളമൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോയി. ഇവിടെ പുതുതായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റാണ്, ഇൻഡോർ പ്ലാൻ. അപ്പം ഞാൻ വെറുതെ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സണ്ണൊക്കെ ഇങ്ങനെ വിൻഡോയിലൂടെ പുറത്തേക്ക് വരുമ്പം ഒരു
എസ്തറ്റിക് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അത് ഫുള്ള് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇന്ന് തന്നെ കഴിയുമായിരിക്കും, ഇന്ന് തന്നെ കഴിക്കണം. ഓക്കെ, ഇപ്പം ഈവനിങ് ആയിട്ടുണ്ട്. ലൈറ്റായിട്ടൊന്ന് ഡിമ്മാവുന്നുണ്ട്. ഒരു സണ്ണിൻ്റെ ഷെയ്ഡ് അടിക്കുന്നില്ലേ ഫേസിൽ, അത് തന്നെ. ഇത് കാണിച്ചു തരാമെന്ന് വെച്ചാൽ സണ്ണിനെ കാണുന്നില്ല. അപ്പം നമ്മൾക്ക് റെക്കോർഡ് എഴുതാം. ഞാൻ റെക്കോർഡ് എന്തൊക്കെ എഴുതാനുള്ളതെന്ന് കാണിച്ചു തരാം. എനിക്ക് ശരിക്കും അറിയില്ല എഴുതുന്നതും ചെയ്യുന്നതൊക്കെ എങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളത്. ബട്ട് ഐ ട്രൈ. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഞാൻ എഴുതി. ഇനി നമ്മൾ ഇത്രയല്ല, ഇത് എത്ര പേജുണ്ട് നമ്മളെ സ്ക്രീനിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാ, 14 പേജ്. ഇനി ഈ 14 പേജും ഇതേപോലൊരു വേറൊരു PDF ഉണ്ട്, അതും നമ്മൾ എഴുതണം. ഓക്കെ, നമ്മളിന്ന് പ്രൊഡക്റ്റീവായിരിക്കുന്ന പറഞ്ഞ സ്ഥിതിക്ക് എഴുതുക തന്നെ ചെയ്യും. ഓക്കെ, നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ നമ്മൾക്ക് കളേഴ്സ് ആവശ്യമാണ്. ഈ കളേഴ്സ് മാത്രമല്ല, പെൻസിൽ, പിന്നെ പെയിൻറ്റിങ് കളർ, സ്കെച്ച്, പിന്നെ CD മാർക്കർ, അങ്ങനെ കളറുമായി ബന്ധപ്പെട്ട എന്ത് സാധനം ഉണ്ടെങ്കിലും മേടിച്ചോ, ആവശ്യം വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ റീസെൻ്റ്ലി എഴുതിയ അസൈൻമെൻറ്റ് കാണിച്ചു തരാം. അയ്യോ, ഒരു അസൈൻമെൻറ്റ് കൂടി ഉണ്ടായിരുന്നല്ലോ. ഞാൻ എൻ്റെ BTech ലൈഫിൽ പോലും ഇത്രയും കളർഫുള്ളായിട്ട് അസൈൻമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിലും അടിപൊളിയായിട്ടാണ് പലരും ചെയ്തിട്ടുള്ള. എൻ്റെ വേറെ ഒന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വെരി ഗുഡൊക്കെ കിട്ടിയിരുന്നു അവിടെ പോയി. അതെ, വെരി ഗുഡൊക്കെ ഉണ്ട് ഇതിൽ. കഴിവ് തന്നെ. നമ്മൾ വീട്ടിലൊക്കെ പഠിക്കുമ്പോൾ രണ്ട് സൈഡും ഒരു സൈഡൊക്കെ വരഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എഴുതി കൊണ്ട് കൊടുക്കല. ഇവിടെ ഇപ്പം കണ്ടോ, ഇതെന്താണെന്ന് അറിയാമോ, ഫാഷൻ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് നെയിമും പിന്നെ ലോഗോസൊക്കെ പ്രിൻ്റ് ചെയ്ത പോലെ. കണ്ടോ, ഇത് ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ തല തിരിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറേ സ്കെച്ച് വേണം. പിന്നെ റെക്കോർഡ് എഴുതുന്ന സമയത്താണെങ്കിലും നമ്മൾ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യണം. സോ നമ്മൾ ഭയങ്കര സിമ്പിളാണെന്ന് വിചാരിച്ച് ഇതിനെ തള്ളിക്കളയരുത്. ഞാനൊരു കാര്യം പറയാൻ മിസ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൊഡക്റ്റീവ് വ്ളോഗാണ്. സോ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടും ഹൈഡ്രേറ്റ് ആയിട്ടും ഇരുന്നാലേ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. സോ നമ്മളെപ്പോഴും നമ്മുടെ ടാബിൻ്റെ സൈഡിൽ ഒരു ബോട്ടിൽ ക്യാരി ചെയ്യണം. ഞാൻ ആക്ച്വലി എല്ലാവരും എങ്ങനെയാണ് എനിക്കറിയില്ല, ഞാൻ തീരെ വെള്ളം കുടിക്കാത്ത ഒരാളാണ്. പക്ഷേങ്കിൽ ഇങ്ങനൊരു ബോട്ടിൽ വേണ്ടാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കും. സോ ഈ ബോട്ടിൽ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവും. ആൻഡ് ഓൾസോ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ ആക്കാമെന്നുള്ളതാണ്. പക്ഷേ ക്യൂട്ട്നെസ് ഒന്നുമില്ല. ഇങ്ങനെ ആക്കി കളിക്കാം, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു കളറില്ലേ, ഈ കളർ എനിക്കിഷ്ടമാണ്. ഇത്രയും സിമ്പിൾ കളറിൻ്റെ അകത്ത് ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളർ. സോ അത്രയേ ഉള്ളൂ. ഈ ബോട്ടിലിന് പ്രത്യേകതയൊന്നുമില്ല. ഇഷ്ടംപോലെ എഴുതാണ്ട്. ഞാൻ ആക്ച്വലി ലാപ്ടോപ്പിൽ സോങ് വെച്ചിട്ട് അതിൽ തന്നെ നോക്കി എഴുതാറാണ് പതിവ്. ബട്ട് വീഡിയോ എടുക്കുമ്പം മറ്റേ കോപ്പിറൈറ്റ് ക്ലെയിം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് പാട്ട് ഓഫ് ആക്കിയത്. ഇപ്പം ഇങ്ങനെ
സംസാരിക്കാൻ നല്ല രസമുണ്ട്, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഇത് കുറേ സംസാരിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം. ഈ എനിക്ക് കിട്ടിയത് എൻ്റെ ചോട്ടാസ് കസിൻസിൻ്റെ അടുത്ത് നിന്നാണ്. ഒരു മറ്റേ ആസ്തറ്റിക് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കില്ലേ, അത് കണ്ടുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെയാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഒരിടത്ത് നിന്ന് കിട്ടിയതാണ്, മാറുമായിരിക്കും. ഇനി അങ്ങോട്ട് ഫുൾ BPM റെക്കോർഡ് ചെയ്തൽ തന്നെയായിരുന്നു. അപ്പം ഞാനൊരു പ്രൊഡക്റ്റീവ് ഡേ വ്ളോഗൊക്കെ ചെയ്യുന്നതാണ് വിചാരിക്കും ഞാൻ ഡെയിലി ഇങ്ങനത്തെ ആണെന്ന്. പക്ഷേ അല്ല, ഞാൻ ഭയങ്കര ലേസിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഐ ഫീൽ ബെറ്റർ. സോ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടാം. അപ്പം കാണുമ്പോഴും നമുക്കൊന്ന് ചെയ്യണം എന്നൊക്കെ തോന്നുമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പിന്നെ ഫുൾ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ടയർഡായിട്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ചെയ്തത്. അതിനു മുമ്പേ നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് എംബ്രോയ്ഡറി നിർത്തിയതും കാണിച്ചു തരാം. കാരണം ഇത് ബാലൻസ് ത്രെഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഫിനിഷ് ചെയ്യേണ്ട വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോർ വീഡിയോസിനെ ഒന്നും ചെയ്യേണ്ട, ഞാൻ അപ്ലോഡ് ചെയ്യാം.